1943 നെല്ലിക്കുറ്റി പ്രദേശത്ത് കുടിയേറ്റം ആരംഭിക്കുന്നത്. നെല്ലിക്കുറ്റിയിലെ ആദ്യകാല കുടിയേറ്റക്കാർ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ചെമ്പേരി പള്ളിയെയാണ് ആശ്രയിച്ചിരുന്നത്. 1959 പുന്നൂർ ജോസഫ് പള്ളി പണിയുന്നതിനു വേണ്ടി 5 ഏക്കർ സ്ഥലം കൊടുക്കുകയും അതിൽ കുടിയേറ്റക്കാർ താൽക്കാലികമായി ഒരു ഷെഡ് പണിയുകയും ചെയ്തു. 1962 നെല്ലിക്കുറ്റിയിലെ പ്രഥമ വികാരിയായി ബഹുമാനപ്പെട്ട മാത്യു മുള്ളമ്മടയച്ചൻ നിയമിതനായത്. പിൽക്കാലത്ത് വികാരിമാരായി വന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരും ഈ പ്രദേശത്തിന്റെ അഭിവൃദ്ധിക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ളവരാണ്. ക്രൈസ്തവരുടെ സാന്നിധ്യം കൊണ്ടാണ് ഇന്നുള്ള അഭിവൃദ്ധി ഈ പ്രദേശത്തിനുണ്ടായത്. ക്രിസ്മസ് സർവ്വലോകത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഇത് ഒരു പറുദീസ അനുഭവം തന്നെയാണ്. മനുഷ്യനും ദൈവവുമായിട്ടും മനുഷ്യനും മനുഷ്യനുമായിട്ടും മനുഷ്യനും പ്രപഞ്ചവുമായിട്ടും പരിപൂർണമായ ഐക്യത്തിൽ കഴിഞ്ഞ ഒരവസ്ഥയാണ് ഈ സന്തോഷാവസ്ഥ. പാപം മൂലം പറുദീസായിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. അവന് ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ സൂചനയായി സ്വയം അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കി. പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അല്ലെങ്കിൽ യുദ്ധത്തിൽ കീഴടങ്ങുകയും ചെയ്യുന്നവരെ, മരണത്തിന് വിധിക്കപ്പെട്ടവരെയൊക്കെയും പരിപൂർണ നഗ്നരാക്കിയിട്ടാണ് ശിക്ഷ നടപ്പാക്കാനായിട്ട് കൊണ്ടുപോയിരുന്നത്. ഇതുപോലെ തന്നെ ആദിമാതാപിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലമായി അവർ സ്വയം നഗ്നരാണെന്ന് അറിഞ്ഞു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെട്ട് അവർ സ്വയം കീഴടങ്ങിയവരാണ്, പാപത്തിന് കീഴടങ്ങിയവരാണ് എന്ന് അവർ തെളിയിക്കുകയായിരുന്നു ചെയ്തത്. തൽക്കാലത്തെ ഒരു ആശ്വാസത്തിന് വേണ്ടി അത്തിവൃക്ഷത്തിൻ്റെ ഇലകൾ കൂട്ടി അവർ വസ്ത്രം ധരിച്ചുവെങ്കിലും അത് അപര്യാപ്തമായിരുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് പാപം ചെയ്ത മനുഷ്യനോട് കരുണ കാണിച്ചുകൊണ്ട് മുറിവേറ്റ തൻ്റെ പിതൃഹൃദയത്തിൻ്റെ തേങ്ങലുകളായിരുന്നു വൃക്ഷത്തിൻ്റെ തുകൽ കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി ദൈവം മനുഷ്യനെ ധരിപ്പിച്ചത്. ഈ ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ ദൈവത്തിന് കൊടുത്ത വസ്ത്രം പിള്ളക്കച്ചകളാണ്. രക്ഷാകര കർമ്മത്തിലൂടെ ദൈവമായ കർത്താവ് മനുഷ്യരക്ഷ സാധിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായി ദൈവം മനുഷ്യവംശത്തിന് നൽകിയ പ്രസാദപര വസ്ത്രം, മഹത്വത്തിൻ്റെ വസ്ത്രം ദൈവം പിതാവായി ദൈവം പുത്രന് നൽകി. തൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനാക്കിക്കൊണ്ട് ഈശോയെ മഹത്വീകരിച്ചതുവഴി മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ പൂർവ്വസ്ഥിതിയിലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് അവനെ വീണ്ടും ഇരുത്തുകയാണ് ചെയ്തത്. ഇതാണ് വാസ്തവത്തിൽ രക്ഷാകര കർമ്മം എന്ന് പറഞ്ഞത്. നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും പിതാവിൻ്റെ വലതുഭാഗത്തെ മഹത്വപൂർണ്ണമായ അവസ്ഥയിലേക്ക് ഈശോ നമ്മളെ ഉയർത്തിയതാണ് ക്രിസ്മസിൻ്റെ ഫലം അല്ലെങ്കിൽ രക്ഷാകര കർമ്മം എന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പലപ്പോഴും ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഏറ്റവും വലിയ നക്ഷത്രം, ഏറ്റവും വലിയ പുൽക്കൂട്, ഏറ്റവും വലിയ കേക്ക്, ഇതൊക്കെ ഉണ്ടാക്കി മനുഷ്യൻ ഭക്ഷിച്ചുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ആനന്ദത്തിൽ അവൻ സംതൃപ്തി കണ്ടെത്തുന്നു. ഇത് ക്രിസ്മസിൽ നിന്നും വളരെ വികലമായ ഒരു ചിന്തയാണ്. ഇതിനെ നമ്മൾ തിരുത്തി യഥാർത്ഥത്തിലുള്ള ആത്മീയ ആനന്ദത്തിലേക്കും അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് മാത്രം ബാഹ്യമായ ആനന്ദത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം.
പൂജരാജാക്കൾ ഉണ്ണി കാണാൻ സമ്മാനങ്ങളുമായി യാത്രയിറങ്ങുന്നു. പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചയേകി വണങ്ങിടുന്നു. പൂജരാജാക്കൾ ഉണ്ണി കാണാൻ സമ്മാനങ്ങളുമായി യാത്രയിറങ്ങുന്നു. പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചയേകി വണങ്ങിടുന്നു. വരൂ വരൂ മോദമോടെ ഗീതികൾ പാടാം. മുടങ്ങിരട്ടെ താളമേളം പൂവിനെമ്പാടും. സുന്ദരമാകാനം ആനന്ദത്തിൻ ഗാനം. സുന്ദരമാകാനം ആനന്ദത്തിൻ ഗാനം. അന്നൊരു നാൾ ബത്ലഹേമിൻ താഴ്വരയിലുറങ്ങും ആട്ടിടയർ കേട്ടുവല്ലോ ദിവ്യമായൊരു വാർത്ത. ദൂരെ നിങ്ങൾക്കായി പിറന്നു ലോകരക്ഷകനിന്ന്. പോയി വേഗം കാണൂ നിങ്ങൾ പുൽത്തൊഴുത്തിൽ അവനെ. വേഗം വാനിൽ വന്നു ദൂതർ പാടി പാടി ആനന്ദത്തിൻ ദിവ്യഗാനം. സുന്ദരമാകാനം ആനന്ദത്തിൻ ഗാനം. സുന്ദരമാകാനം ആനന്ദത്തിൻ ഗാനം. പരമാഗുരു യേശുവിൻ്റെ പരിശുദ്ധ നാമം പുകഴ്ത്തിയിടുന്നു. സ്തോത്രം സേ സ്തോത്രം സേ സദതന്നാദ സ്തോത്രം സേ. സ്വർലോകത്തിൽ മാലാകമാർ പരിശുദ്ധ നാമം പുകഴ്ത്തിയിടുന്നു. സ്തോത്രം സേ സ്തോത്രം സേ സദതന്നാദ സ്തോത്രം സേ. അഖില ജീവജാലങ്ങളും നിഖില വന്യ ജീവന്കളും മനുഷ്യരായ സകലാകരും പരിശോടങ്ങേ കുമ്പിടുന്നു. സ്തോത്രം സേ സ്തോത്രം സേ സദതന്നാദ സ്തോത്രം സേ. ഈ പാട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥനയാണ്. ഇവിടെ പനിയും ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. മലമ്പനിയൊക്കെ ഉണ്ട്. എല്ലാവരും പിന്നെ കീശയില കുളിയൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അന്ന് മലബാറിന് പോരുമ്പോൾ എല്ലാവരും നാട്ടിൽ കളിയൊക്കെ മലബാറെല്ലാം ചരളല്ലേടു തൊലയണമെങ്കിൽ അവിടെ ചെല്ലണം. അപ്പന് മലബാർ എന്നത് കേട്ടാൽ അപ്പോളെ വേണം കൊയിനാക്കുളി. അപ്പോൾ നാട്ടുകാരൊക്കെ ഇനി നിങ്ങളെ കാണലൊന്നും ഉണ്ടാകിയല്ല, തൊലയാൻ പോരുന്നാന്നും പറഞ്ഞായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യകാലത്ത് ദാരിദ്ര്യമായിരുന്നു. കപ്പയിട്ടാൽ ഒന്നും കിട്ടിയാല. നമ്മൾ കാത്താലും മാടം വെച്ച് കാത്താലും രാത്രി പോയി മാടം വെച്ച് കാത്താലും ഒന്നും കിട്ടിയാലും കാട്ടുപന്നിയും കാട്ടുമൃഗങ്ങളെല്ലാം കൊണ്ടുപോകും. പിന്നെ ദാരിദ്ര്യമായിരുന്നു ആദ്യമൊക്കെ. അത് ഞാൻ 12 വയസ്സുള്ളപ്പം സ്വാതന്ത്ര്യ സമരം പിന്നെ മീറ്റിങ്ങിന് പിന്നെ അപ്പം വടകരയിൽ നിന്ന് പിള്ളേർ വന്ന് അടി കൊണ്ടുവച്ച് പിള്ളേർ വന്ന് പിന്നെ സമരം നടത്തണമെന്ന് പറഞ്ഞു, സ്ട്രൈക്ക് നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ സമ്മതിക്കാലായിരുന്നു. അപ്പം പിള്ളേരപ്പം സ്ട്രൈക്ക് നടത്തണം പിന്നെ എന്ന് പറഞ്ഞപ്പം അച്ഛനങ്ങനെ സമ്മതിക്കലായിരുന്നു. അപ്പം അതും ഗ്രൗണ്ടിൽ നിന്ന് അവിടുത്തെ സ്കൂളിലെ ലീഡർ പിള്ളേരന്മാരും ഒക്കെ ഇറങ്ങി വന്നു. അപ്പം ഗ്രൗണ്ടിൽ നിന്ന് ഹലോ ഭാരത മാതാ ഖീ ജയ്, പണ്ഡിറ്റ് മഹാത്മാഗാന്ധി ഖീ ജയ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഖീ, ഇത്രയും ജയ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം കൂടെ സ്കൂളിൽ നിന്ന് ചാടിയിട്ട് ലൈനായിട്ട് ഇന്ന് അമ്പലത്തിൽ വരെയും അങ്ങനെ സമരമായിട്ട് പാട്ടും പാടി. നാം ഇന്നെല്ലാം കുഞ്ഞുങ്ങൾ, നാളെ പക്ഷേ പൗരന്മാർ, ചൊട്ടയിൽ അടിമകളായിപ്പോയാൽ ചട്ടം നാടെല്ലാം നമ്മുടെ നാട് നമുക്കല്ലേ, നാട്ടിലിരുന്ന് ഭരിക്കേണ്ടേ, തുപ്പിപ്പോയ പോലീസ്, തുമ്മൽ കേട്ടാൽ പട്ടാളം, മേനി നിവർത്താൽ അടിയായി, പേന എടുത്താൽ വെടിയായി. ഒരു നമ്പൂരി ചെറുക്കനെ പാട്ട് പാടി ഞങ്ങൾ ഏറ്റു പാടിക്കൊണ്ട് പോയി.
കുടുംബത്തെ ഞങ്ങൾ എന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ എന്നും ഞാൻ ചൊല്ലിക്കൊണ്ടായിരുന്നത്. പിന്നെ എല്ലാ ആദ്യ വെള്ളിയാഴ്ച തോറും പള്ളിയിൽ പോകും, ആദ്യ ശനിയാഴ്ച പള്ളിയിൽ പോകും. എനിക്കിവിടെ വരുമ്പോൾ 9 വയസ്സേ ഉള്ളൂ. ഇവിടെ പള്ളിയില്ല, കുർബാനയില്ല, ഒന്നുമില്ല. ഇവിടെ ആദ്യം കുർബാന തുടങ്ങിയത് കടുവക്കുന്ന കുഞ്ഞേട്ടൻ്റെ വീട്ടിലായിരുന്നു. അവിടെ ആദ്യം കുർബാന തുടങ്ങിയത്. മഴ പെയ്താൽ പിന്നെ ആറിന് അക്കരെ ഇക്കരെ കിടക്കാൻ ഒരു നിർവാഹവുമില്ല. ഒരു കമ്പി ഒരു മരത്തിൽ നിന്ന് കെട്ടി അപ്പുറത്തെ അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് ഒരു മരത്തേലോട്ട് കമ്പി കെട്ട്. എന്നിട്ട് ഞങ്ങൾ വേറെ വസ്ത്രമൊക്കെ മാറാൻ കൊണ്ടുപോയി വെള്ളത്തിൽ കൂടെ കമ്പിയെ കൂടെ വലിഞ്ഞ് വെള്ളത്തിൽ കൂടെ കയറി അക്കരെ കയറി തുണിയൊക്കെ മാറി ഞങ്ങൾ പള്ളിയിൽ പോകുന്നതൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പള്ളി പണി ഞാനൊക്കെ ഇഷ്ടം പോലെ പള്ളിയിൽ അന്ന് വാര്യാട്ടച്ചനായിരുന്നു. പള്ളിയിൽ മണ്ണരിക്കാനും കല്ല് വറക്കാനും മണ്ണ് കൊഴിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും പോവുകയും പെറുക്കുകയൊക്കെ ചെയ്യും. എൻ്റെ ആശ്രയം ദൈവത്തിലാണ്. ദൈവത്തെ കൂടാതെ എനിക്ക് ഒരു സംഗതികൾ എനിക്ക് സാധിച്ചു കിട്ടിയല്ല. ഒരു കറുകമ്പുല്ലിൻ്റെ അറ്റം പോലും എന്നെക്കൊണ്ട് കാത്തു സൂക്ഷിക്കാനുള്ള കഴിവോ ശക്തിയോ ഒന്നുമില്ല. എല്ലാം എൻ്റെ ഈശോ മറിയ യോസേപ്പ് ദൈവത്തിങ്കൽ ഞാൻ എല്ലാം സമർപ്പിച്ച് ഇപ്പം എന്നെ എൻ്റെ കുടുംബത്തെയും എൻ്റെ 8 മക്കളെയും മക്കളുടെ മക്കളെയും ഞാൻ ദൈവത്തിന് എല്ലാ ദിവസവും സമർപ്പിച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് മാതാവിനോട് കൂടുതൽ ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പം 2 വർഷമായിട്ട് പള്ളിപ്പോക്കും അങ്ങനെയില്ല. ഈ TV-യിലെ കുർബാന കാണും. പിന്നെ വേനലായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിങ്ങ് കയറുന്നതുകൊണ്ട് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ ചെറുപ്പം വല്ല ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതൊക്കെയാണ്. പിന്നെ അന്നത്തെ കാലത്ത് വെള്ളം വന്നാൽ വേറെ മരത്തെ കൂടെ തടി വെച്ച് കെട്ടിയിട്ട് അതേ കൂടെ കയറി ജീവനെ ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ട് ജീവനും ആയുസ്സും ഉണ്ടായിട്ട് ഇപ്പോഴും ഉള്ളതാണ്. അല്ലെങ്കിൽ അന്ന് ഇരുകര മുട്ടി കിടക്കുമ്പം മരത്തേന്ന് വേറെ മരത്തിലോട്ട് തടി വെച്ച് കെട്ടിയിട്ട് അതേന്ന് കമുകും വെച്ച് കെട്ടിയിട്ട് അതേ പിടിച്ച് പള്ളിയിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടും ആശ കൊണ്ടും അന്ന് മരിച്ചു ജീവിച്ചു അത്രയേ ഉള്ളൂ. അതുപോലെയുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ചാണ് ഞാൻ വളർന്നു വന്നത്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. ഇവിടെ നാട്ടിൽ നമ്മുടെ കൊടി. നമ്മുടെ പാർട്ടിയുടെ സ്ഥലത്താണ്ടടാ അവന്മാര് കൊടി നാട്ടുന്നു. വെട്ടി തൂർക്കടാമാരെ. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണ കുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. മോനെ, നമുക്ക് ഈ പാർട്ടി പ്രവർത്തനം ഒന്നും വേണ്ടടാ. ഇല്ലമ്മേ, ഇനി ഞാൻ എങ്ങും പോയില്ലമ്മേ.
കഴിക്ക്. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. എനിക്ക് കുടിക്കാൻ കാശ് വേണം. അതിനെന്തുണ്ട് മനുഷ്യ ഇവിടെ എടുക്കാൻ? ഈ താലി അല്ലാതെ. ഇതെങ്കിൽ ഇത്. അയ്യോ, അത് കൊണ്ടുപോകല്ലേ ഈശ്വരാ. പെങ്ങളെ, ഈ മാസത്തെ പലിശ കാശ് അങ്ങ് കിട്ടിയില്ലല്ലോ. ഒരിറ്റ് കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ട് എത്ര നാളായെന്നറിയോ? അബൂയ്, നിന്റെ കഞ്ഞിയല്ലേ എനിക്ക് വേണ്ടേ, എനിക്ക് എന്റെ കാശാ വേണ്ടത്. ഞാൻ എന്താ വേണ്ടത്? ആ, നീയൊന്നും വേണ്ട, വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം, അല്ലേടൂ പോയി. അപ്പൊ നാളെ ഞങ്ങൾ വരുന്നുണ്ട്, അപ്പൊ കാണാം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളി കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പാട്ട് പാടി തരാട്ടോ. ഞാൻ എന്നും മോക്ക് പാട്ട് പാടി വാവേ വാവോ വാവോ വാവോ. ഉറങ്ങു വാവേ, ഞാൻ മിണ്ടൂലാട്ടോ. വാവോ. മോളെ, അച്ഛൻ പുറത്തു പോവാണേ, മോൾ എങ്ങോട്ടും പോവല്ലേ. മോക്ക് മുട്ടായി വാങ്ങിച്ചോണ്ട് വരുവോ അച്ഛാ? തരാലോ. വേഗം പോയിട്ടോ. അച്ഛൻ മോക്ക് മുട്ടായി വാങ്ങാൻ പോയി വാവേ. നമുക്ക് കളിക്കാം. വാവിവിടെ കിടക്ക്, ഞാനിവിടെ കിടന്നിട്ട് നമുക്ക് കളിക്കാം. എന്നാ വാവേ? വാവയ്ക്ക് പാട്ട് പാടിത്തരണോ? എന്നാ വേണ്ട വാവേ, നമുക്ക് എന്നാ കളിക്കണ്ടേ? അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. ആ, ഞാനുണ്ടല്ലോ. എൻ്റെ വാവയ്ക്ക് ഞാൻ കണ്ണെഴുതി തരും, പൊട്ടുകുത്തി തരും. പിന്നെ എന്നാ വേറെ പുതിയ ഉടുപ്പ് അമ്മ തയ്ച്ചു തന്ന ഉടുപ്പ് ഞാൻ ഇട്ട് തരും കേട്ടോ. വാവെ കുളിപ്പിക്കണം. വേണ്ട, എൻ്റെ വാവ നല്ല ചുന്ദരി വാവ. എന്താക്കം വരുന്നുണ്ടോ എൻ്റെ വാവയ്ക്ക്? വാവ, ഞാൻ പാട്ട് പാടി എൻ്റെ വാവനോട്. വാവോ രാജാരോ കളിക്കാൻ മോളെ, അച്ഛനോട് പോയി. ഞാൻ പുറത്ത് പോയല്ലോ. ആണോ? എപ്പോ വരുന്നേ? കൊറേ നേരം കഴിയും വരാൻ. ഡാഡി പാവ ആണോ? കാണിച്ച് ചേട്ടാ നോക്കട്ടെ. നല്ല പാവയാണല്ലോ. കാണിച്ച് ചേട്ടാ നോക്കട്ടെ. അച്ഛൻ വഴക്ക് പറയും. ഇല്ലെന്നേ. വേണ്ട
തരുമോ? വേഗം തരും. വേഗം താ. നല്ല ഭാവമുള്ളോ? അച്ഛൻ വാങ്ങി തന്നാ ആണോ? എവിടുന്ന്? നാളെ എവിടെയോ പോയപ്പോ വാങ്ങിക്കൊണ്ട് തന്നു. ആണോ? നല്ല കവളാണല്ലോ. അച്ഛൻ എപ്പോ ഇങ്ങനെ പിടിക്കുമ്പോഴുള്ള കവളത്ത്. നല്ല മൂക്ക്. ചേട്ടാ ഉമ്മ കൊടുത്തോട്ടെ. അച്ഛൻ മാത്രം ഉമ്മ എടുത്തോളൂ. ചേട്ടായല്ലേ കൊടുക്കുന്നേ? ഒറ്റ പ്രാവശ്യം കൊടുത്തു വേണേ. ആയ് നല്ല മണം. ഒരാളൊരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം. വേറൊരാളൊരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. ഒരാളൊരിക്കൽ കണ്ണട വച്ചു കല്ലെറി കുരിശേറ്റം. വേറൊരാളൊരിക്കൽ കണ്ണട വച്ചു ചെകിടടി വെടിയുണ്ട. കൊത്തിയുടയ്ക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം. കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തി ഉടയ്ക്കുക കാഴ്ചകൾ. ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം.